ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കർത്താവിൻ്റെ പാതാരവിന്ദം തേടി ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരുവാൻ സ്വർഗസ്ഥനായ ദൈവം ഓരോ ദിവസവും തരുന്ന അവസരങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയ്ക്കും ഈ മുഖാന്തരത്തിനും കാരണഭൂതനായ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത്രത്തോളം കരുതിയതിന്, ഇത്രത്തോളം നിർത്തിയതിന്, ഇന്നയോളം നടത്തിയതിന് സകല പുകഴ്ചയും മഹത്വവും സ്തോത്രവും ആരാധനയും എല്ലാം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സർവേശ്വരനായ സർവശക്തനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് തുടക്കം കുറിക്കട്ടെ. കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ചിന്തകളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 16 അധ്യായം 10 വാക്യം വായിക്കുന്നു. 1 കൊരിന്ത്യർ 16:10. തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. എന്നെപ്പോലെ തന്നെ അവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നുവല്ലോ. ആദ്യത്തെ ഭാഗം, തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. ഈ വാക്യത്തിനകത്ത് പൗലോസിന് തൻ്റെ സഹപ്രവർത്തകരോടുള്ള വലിയ കരുതൽ കാണാം. ഒരു നേതൃത്വത്തിൻ്റെ, ഒരു നേതാവിൻ്റെ ശ്രേഷ്ഠ ഗുണം ഈ വാക്യത്തിനകത്ത് കാണാം. പൗലോസ് പറയുന്നു, കൊരിന്ത്യ സഭക്കാരോട് പറയുന്നു, തിമോത്തിയോസ് വരും, അധികം താമസിയാതെ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുക്കൽ തിമോത്തിയോസ് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം, നിങ്ങൾ നോക്കണം, നിങ്ങൾ കരുതണം. എങ്ങനെ? തിമോത്തിയോസ് നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവി. തിമോത്തിയോസ് എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ഒരു കർത്തൃവേലക്കാരൻ, പൗലോസിൻ്റെ സഹപ്രവർത്തകൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, ദൈവമക്കളെ ഉപദേശിപ്പാൻ സമർത്ഥനായവൻ, സഭയെ കാക്കാനും സൂക്ഷിപ്പാനും ദൈവം വിളിച്ചാക്കിയ അപ്പോസ്തോലിക നിരയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശക്തൻ. പക്ഷെ പൗലോസ് തൻ്റെ സഹപ്രവർത്തകനെ ഒരു മകനോട് കരുണ കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെ കൊരിന്ത്യ സഭക്കാരോട് പറയുക, തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കണമെന്ന്. ഒരപ്പൻ്റെ, ഒരു കർത്തൃദാസൻ്റെ ഒക്കെ മനസ്സ് ഞാനതിൽ കാണുന്നു. മറ്റുള്ളവർ നിർഭയരായിരിക്കട്ടെ എന്നാശിക്കുന്നൊരു മനുഷ്യൻ. ഞാൻ ഇന്ന് പകലിൽ ഈ വാക്യം വായിച്ച് കർത്തൃസന്നിധിയിലിരിക്കുമ്പോൾ എന്നെ തന്നെ പഠിപ്പിക്കുകയായിരുന്നു. മറ്റുള്ളവരെ കണ്ടുകൊണ്ട് പറയുകയായിരുന്നു, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കൂടെ വളരുന്നവർ, നമ്മുടെ വീട്ടിലുള്ളവർ, അവർ നിർഭയരായിരിക്കട്ടെ. നിങ്ങളുടെ പ്രൊഫഷണൽ ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പാസ്റ്ററാണോ, ഡോക്ടറാണോ, സാധാരണക്കാരനാണോ, ഒരു സ്ഥാപനം നടത്തുന്ന ആളാണോ, ആരുമാകട്ടെ, നിങ്ങളുടെ കൂടെയുള്ള ഒരു നല്ല കാര്യമാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാൾ, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നയാൾ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ച് എടാ പോടാ വിളിച്ച് എടി വിളിച്ച് ആക്രോശിച്ച് മനസ്സുകൊണ്ട് പേടിച്ച്, ചില പിള്ളേർ സ്കൂളിലേക്ക് ചെല്ലുന്നതേ ജയിലിലേക്ക് ചെല്ലുന്നത് പോലെയാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതോ അതിനേക്കാൾ കഷ്ടമാണ്. ഇപ്പോൾ ഓർത്തു നോക്കിയേ, നല്ല ഗുണങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. എന്ന് ഈ വിടുതലും നമുക്ക് ഉയരപ്പെടാനുള്ളത് മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കാൻ പറ്റിയതാണ് ദൈവത്തിൻ്റെ വചനം. എല്ലാവരും മറ്റുള്ളവർ നിർഭയരായിരിക്കണം എന്നാഗ്രഹിക്കണം. ഭാരതത്തിലെ എല്ലാവരും, എല്ലാ മതങ്ങളും, എല്ലാ സഹോദരങ്ങളും, എല്ലാ രാഷ്ട്രീയക്കാരും മറ്റുള്ളവർ നിർഭയരായിരിക്കണം എന്നാശിക്കുന്നവരാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആരെ കൊന്നാലും ആര് തീർന്നാലും എൻ്റെ ഭാഗം ജയിക്കണമെന്ന് പറയുമ്പോൾ മറ്റു പലരും ഭീതിയിലാണ്. ഞാൻ വിശദീകരിക്കാതെ പറയാൻ വന്ന കാര്യത്തിലേക്ക് വരട്ടെ. നിർഭയമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ശരിക്കും ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ കഴിവും കരുത്തും എല്ലാം പുറത്തു വരാൻ പറ്റുള്ളൂ. ഭയപ്പെട്ടു പോയാൽ പതറിപ്പോകും. പരീക്ഷാ ഹാളിൽ പിള്ളേരോട് പറയും, നല്ല കൗൺസിലിംഗ് കൊടുക്കുന്നവർ, അധ്യാപകർ പറയും, പേടിക്കരുത്, ധൈര്യമായി പോയി പരീക്ഷ എഴുത്. ഞാനും പേടിയാണ്, ഭാരമാണെന്നൊക്കെ പറയുമ്പോൾ ഇവരെ ധൈര്യപ്പെടുത്തും. പേടിക്കരുത്, ധൈര്യമായി പരീക്ഷ എഴുത്. ഭയപ്പെട്ടാൽ സകലതും മറന്നുപോകും. ഭയപ്പെട്ടു പോയാൽ സകല കഴിവും പോകും. തിമോത്തിയോസ് എന്ന ചെറുപ്പക്കാരനായ ശുശ്രൂഷകൻ അസാധാരണ കഴിവുള്ളവനാണ്. തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ സ്വർഗം കൊടുത്തിരിക്കുന്ന വലിയ കൃപാവരങ്ങൾ ഉള്ളിൽ പേറി നടക്കുന്നവനാണ്.
അത് ജ്വലിക്കാൻ തുടങ്ങിയാൽ സഭയ്ക്കാ ഗുണം, മറ്റുള്ളവർക്കാ ഗുണം. പക്ഷേ അത് ജ്വലിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നോക്കണം എങ്ങനെ നിർഭയനായിരിക്കാൻ, ഭയപ്പെടാതിരിക്കാൻ നോക്കണം. ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഞാൻ വളരെ വിലയേറിയതായി കാണുകയാണ്. ഒരു വീടിൻ്റെ, ഒരു സഭയുടെ, നമ്മുടെ മനസ്സിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ അന്തരീക്ഷം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒരു സഭയുടെ അന്തരീക്ഷം, ഒരു ആത്മീയ അന്തരീക്ഷം, അതിനകത്ത് വരുന്നവർക്ക് ഒരു വലിയ സന്തോഷം ഉണ്ടാവണം. നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വരുന്നവർക്കെല്ലാം പേടിയാണെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മമാർക്കറിയായിരിക്കും, മക്കളോ സ്ത്രീകളോ ഗർഭിണികളായിരിക്കുമ്പോൾ മാനസികമായിട്ട് പീഡ കൊടുക്കരുത്, വലിയ ഒച്ചയിൽ വർത്തമാനം പറഞ്ഞ് അമ്മമാർ സമ്മതിക്കുകയല്ല. ചില ഭർത്താക്കന്മാരോ ചില ആളുകളൊക്കെ കോപിച്ച് ദേഷ്യപ്പെട്ട് എന്തിയെ എടുത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മമാർ പറയും മിണ്ടാതിരടാ. കാരണം എന്താ? ഉള്ളിൽ വളരുന്ന കുഞ്ഞ് നിർഭയമായ ഒരു അന്തരീക്ഷത്തിൽ വളരണം. അങ്ങനെ വളർന്നെങ്കിലേ ജനിച്ച് പുറത്തു വരുമ്പോൾ കരുത്തായിരിക്കാൻ ഇടയായിത്തീരുകയുള്ളൂ. ഞാൻ ഈ ദാവീദിനെക്കുറിച്ചൊരു വാക്യം കണ്ടു. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. 22-ാമത്തെ സങ്കീർത്തനത്തിനകത്താണ്. 22-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന 9-ാമത്തെ വാക്യം, 22-ാം സങ്കീർത്തനം 9-ാം വാക്യം. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ആ വാക്ക് കേട്ടോ, പാല് കുടിക്കുന്ന പ്രായം. എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് ഞാൻ ദാവീദിൻ്റെ സങ്കീർത്തനമാണല്ലോ 22-ാം സങ്കീർത്തനം, മശിഹയ്യ സങ്കീർത്തനം എന്നൊക്കെ വ്യാഖ്യാനമായി പറയുന്നതല്ലേ. ദാവീദിൻ്റെ അനുഭവമാണ്. അദ്ദേഹം പറയുകയാണ്, വളർന്നു വന്ന് പിന്നത്തേതിൽ പറയുകയാണ്, ദൈവമേ എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന പ്രായം. ആ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കി. ആ സമയത്ത് എൻ്റെ ദൈവത്തിന് അന്ന് മുതൽ എന്നെക്കുറിച്ച് കരുതലുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ ദൈവം എന്നെ നിർഭയം വസിക്കുമാറാക്കി. അപ്പം ദാവീദിൻ്റെ ആ തേജസ്, ദാവീദിൻ്റെ ആ കരുത്ത്, ദാവീദിൻ്റെ ആ നേതൃത്വ പാടവം, ദാവീദിന് ദൈവത്തോടുള്ള ഭക്തി, ദാവീദ് എന്ന മനുഷ്യനൊരു ഹീറോ ആയി മാറാനുള്ള കാരണം, ദാവീദ് ഒരു പാട്ടുകാരനാകാൻ, പാട്ടെഴുത്തുകാരനാകാൻ, ദൈവപ്രിയനാകാൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാകാൻ, സിംഹത്തെയും കരടിയെയും കൊല്ലാനുള്ള തൻ്റെ ഇടമുള്ളവനാകാൻ, യോദ്ധാവാകാൻ, ഗോലിയാത്തിന് നേരെ ഇറങ്ങി വരാനുള്ള ധൈര്യശാലിയാ. എന്തോരും കാര്യങ്ങളാണ്. ഇതിൻ്റെ അടിസ്ഥാനം എവിടാന്നറിയാമോ? പാല് കുടിക്കുന്ന പ്രായത്തിൽ നിർഭയനായിരുന്നു. ഞെട്ടിപ്പിച്ചും പേടിപ്പിച്ചും കഴുത്തെ പിടിച്ച് ഞെക്കിയും കണ്ണുരുട്ടി കാണിച്ചും ആക്രോശിച്ചും അട്ടഹസിച്ചും മൂലയിൽ ഒതുക്കിയും നിലത്തിട്ട് ചവിട്ടിയും ചൂരവടി കാണിച്ച് പേടിപ്പിച്ചും. പേടിപ്പിക്കരുത് എന്നൊന്നും അല്ല ഈ പറയുന്ന കേട്ടോ, ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പക്ഷേ ഈ വക കാര്യങ്ങളാൽ ഒതുക്കിക്കളഞ്ഞാൽ വളർന്നു വരുന്ന പ്രായത്തിൽ കരുത്തുണ്ടാകില്ല. അപ്പം ഈ വാക്കുകളൊക്കെ ചേർത്ത് വെച്ച് നോക്കി. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, അന്തരീക്ഷം നല്ലതാണെങ്കിൽ നിർഭയ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം, നമ്മളുണ്ടാക്കണം. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലില്ലേ? ഭാര്യ ഭർത്തൃബന്ധം, അപ്പനും അമ്മ എല്ലാവരും കൂടി ചേർന്നതല്ലേ വീട് സ്വർഗമാകണമെങ്കിൽ അവിടെ ഒരു നിർഭയ അന്തരീക്ഷം ഉണ്ടാകണം. ചില ആളുകൾ ചില വീടുകളിൽ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്, ഭയമാണ്, അന്തരീക്ഷം മാറും. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിദേശത്തായിരിക്കുന്ന അപ്പൻ 2 വർഷം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോൾ പണ്ടൊക്കെ അദ്ദേഹം വരുന്നു എന്ന് കേൾക്കുമ്പോഴേ പേടിയാന്ന് പറഞ്ഞത്. എന്തോ വരുമ്പോൾ 1 ദിവസം 2 ദിവസം സന്തോഷമായിരിക്കും, പിന്നെ അങ്ങ് ആക്രോശം, അട്ടഹാസം. അദ്ദേഹത്തിന് ന്യായം കാണും. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നു, എല്ലാവരും കൂടി ശ്രമിക്കണം, ഒരു സഭ ഒന്നടങ്കം ശ്രമിക്കണം. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ അടുക്കൽ വന്ന കർത്തൃദാസൻ നിർഭയനായി ശുശ്രൂഷിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ വന്ന ജോലിക്കാരി നിർഭയമായി ഇന്ന് ജോലി ചെയ്യട്ടെ. കുറവോ പോരായ്മ പറഞ്ഞു കൊടുക്കണ്ടെന്നാണ് ഈ പറയുന്നത്? അല്ല, പറഞ്ഞു കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഗുണവും കഴിവും നിങ്ങൾക്ക്. ദാവീദ് അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന സമയത്ത് ദൈവം അവനെ നിർഭയനായി വളർത്താൻ അനുവദിച്ചു. ഭാഗ്യം. പിന്നത്തേതിൽ ചേട്ടന്മാർ എതിർത്തു, പിന്നത്തേതിൽ ഒറ്റപ്പെട്ടു,
കാട്ടിലൂടെ അലയേണ്ട വന്നു. ശൗല് ഭയങ്കരമായിട്ട് ധാർഷ്ട്യം പ്രവർത്തിച്ചു. അപ്പോഴൊക്കെ ഈ മനുഷ്യൻ പിടിച്ചു നിന്നു. കാരണം എന്താ? ബാല്യത്തിൽ നിർഭയനായി വളർന്നു. ഇനി ബാല്യത്തിൽ പേടിച്ച് വിറച്ചാൽ മെൻ്റലി ആൾ ക്രൂരനാകും, ചിലപ്പോൾ ഡിപ്രഷനാകും, ചിലപ്പോൾ മനുഷ്യനെ ഇഷ്ടപ്പെടാത്തവനാകും, ചിലപ്പോൾ സ്നേഹം പങ്കുവെക്കാൻ കഴിയാത്തവനാകും. അപ്പോൾ തുടക്കം നല്ലതാണെങ്കിലേ മുമ്പോട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ മെച്ചം അനുഭവിക്കാൻ പറ്റുള്ളൂ. ചില ആളുകളൊക്കെ ഇപ്പോഴും ഒരു തരം കരിമ്പാറ സ്റ്റൈലാണ്. കാരണം എന്താ? ആവുന്ന കാലത്ത് പേടിയും ഭയവും കിട്ടിയവരാ. ഏതൊക്കെയോ വിഷയത്തിൽ പ്രാർത്ഥിച്ചു മാറ്റുകയെ തിരിച്ചറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ദാവീദിനെ പോലെ എൻ്റെ വളരുന്ന പ്രായത്തിൽ നിർഭയനായി, അപ്പം കള്ളുകൂടിയനായിരുന്നു, അല്ലെങ്കിൽ മറ്റത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ എനിക്ക് നിർഭയമായി വളരാൻ പറ്റിയില്ല. എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം അതല്ലായിരുന്നു. അതുകൊണ്ട് ഞാനും പൊട്ടിത്തെറിക്കും, കോപിക്കും. എൻ്റെ സ്വഭാവം എനിക്കറിയാം. ഒന്ന് തിരുത്താൻ പറ്റും കേട്ടോ. ദൈവത്തിന് സഹായിക്കാൻ പറ്റാത്ത ആരുമില്ലല്ലോ. എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞിന്ന് നിർത്താം. നിങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളൊരു ദൈവദാസനാണെങ്കിൽ നിങ്ങളുടെ സഭയിലെ ആളുകൾ നിർഭയരായിരിക്കട്ടെ. സ്നേഹം വ്യാപരിക്കട്ടെ. കോപവും കലിയും തുള്ളലും കൂത്താട്ടവും ഇതല്ല. നിർഭയ അന്തരീക്ഷത്തിൽ എല്ലാവരും ജീവിക്കട്ടെ. നമ്മൾ നിമിത്തം മറ്റുള്ളവർ നിർഭയരായിരിക്കട്ടെ. അതിൻ്റെ ഗുണം സമൂഹത്തിനും കുടുംബത്തിനും നമുക്ക് ലഭിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദി നാഥ. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു കൊരിന്ത്യ സഭക്കാരോട്, നിങ്ങളുടെ ഇടയിൽ അവൻ വരുമ്പോൾ അവൻ നിർഭയനായിരിക്കാൻ നിങ്ങൾ നോക്കണമെന്ന്. ദാവീദിനെക്കുറിച്ച് ഞങ്ങൾ വായിച്ചു. അമ്മയുടെ മടിയിൽ മുല കുടിക്കുന്ന പ്രായത്തിൽ ദൈവം അവനെ നിർഭയനായി വസിപ്പിച്ചു. അതിൻ്റെ ഗുണം ആ മനുഷ്യനിൽ കണ്ടു. നാഥ, ഞങ്ങൾ ആത്മീകരാണ്, ദൈവമക്കളാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. തലയും കുത്തിക്കിടന്ന് പ്രാർത്ഥിച്ചിട്ടും കുടുംബാന്തരീക്ഷം ഭീതിയും ഭയവും ഉളവാക്കുന്നതാണെങ്കിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഗുണം പോലും ഞങ്ങൾക്കുണ്ടാകില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നപ്പാ. സമാധാനത്തിൻ്റെ അന്തരീക്ഷം, സ്വസ്ഥതയുടെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. ദൈവം പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.